നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം ഒരു വിധത്തിലും അവസാനിക്കുന്ന ലക്ഷണമില്ല. നാൾക്കുനാൾ മൂർച്ഛിക്കുന്ന അവസ്ഥയാണ് ഓരോ ദിവസവും കഴിയുന്തോറും. ആണവായുധ നിർമ്മാണം, യുറേനിയം വിഷയം, ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച വിഷയം എല്ലാ ദിവസവും കഴിയുന്തോറും കാഠിന്യമുള്ള ഒരു വിഷയമായി മാറിയിരിക്കുകയും ഇപ്പോ അതാ സമാധാന ചർച്ചകൾക്ക് പുതിയ പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് ഇറാന്റെ ആസ്തികൾ വിട്ടുകിട്ടണമെന്ന ആവശ്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇറാനും യു.എസും ഖത്തറിലെ ധോഗയിൽ മധ്യസ്ഥർ മുഖാന്തരം നടത്തിയ അന്തിമ സമാധാന കരാർ ചർച്ചയിൽ ക്രിയാത്മകമായ പുരോഗതിയുണ്ട് എന്ന് പ്രധാന മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ വ്യക്തമാക്കുകയാണ്. ജൂൺ 17 ഒപ്പിട്ട ധാരണാപത്രത്തിൽ 14 വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഖത്തർ പാക് പ്രതിനിധികളുമായി ബുധനാഴ്ച പ്രത്യേകം ചർച്ച നടത്തിയെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. നേരിട്ടല്ലാതെ ചർച്ചകൾ തുടരാൻ ഇരു കൂട്ടരും സമ്മതിച്ചു എന്നാണ് നിലവിലെ വിവരം. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞാലേ അടുത്ത ഘട്ട ചർച്ചയുണ്ടാകൂ എന്നാണ് നിലവിലെ വിവരം. എന്തായാലും ടെഹ്റാനിൽ ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഖബറടക്ക ചടങ്ങുകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച യു.എസും ഇറാനും ആക്രമണം പുനരാരംഭിച്ചതോടെ സമാധാന ശ്രമങ്ങൾ ഏതാണ്ട് തുലാസിലായ മട്ടായിരുന്നു. എന്നാൽ മധ്യസ്ഥർ ഇടപെട്ടതോടെ ആക്രമണം നിർത്താൻ ഇരു കൂട്ടരും സമ്മതിക്കുകയായിരുന്നു. അതിനുശേഷം യു.എസുമായി ഉടനൊന്നും നേരിട്ടുള്ള ചർച്ചയ്ക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ കൈക്കൊള്ളുന്നത്. എന്തായാലും ഖത്തറിലുള്ള ഇറാന്റെ ആസ്തികൾ $600 കോടി ഉടനടി വിട്ടുകിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ചും ചർച്ച നടന്നിട്ടുണ്ട്. തങ്ങളുടെ വിദേശത്തെ മരവിപ്പിച്ച ആസ്തികൾ പുറത്തുവിടുക എന്നത് അന്തിമ കരാറിനുള്ള ഇറാന്റെ നിർദ്ദേശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇറാനെ ആണവമായി നിരായുധീകരിക്കാനുള്ള ശ്രമങ്ങൾ ഫലപ്രദമായി നടക്കുന്നുണ്ട് എന്ന് ഖത്തർ സമ്മാനിച്ച പുതിയ എൻഫോഴ്സ്മെന്റ് 1 വിമാനത്തിലായിരുന്നു യു.എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. എന്തായാലും ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല എന്ന ഉറപ്പ് കിട്ടിയതോടെ ഓഹരി വിപണികളിൽ റെക്കോർഡ് നേട്ടമാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഖമേനിയെ വധിച്ചതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനായി അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ രാജ്യത്തെ ജനങ്ങളോട് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖബീർ വ്യക്തമാക്കുന്നുണ്ട്. സംസ്കാര ചടങ്ങുകളിൽ വൻ ജനസാന്നിധ്യം അറിയിച്ച് ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിൽ മഹത്തായ ഒരു അധ്യായം രചിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് ഇറാന്റെ അവകാശവാദം. രാജ്യത്തിന്റെ ആഹ്വാനം, അതായത് ഈ എല്ലാവരും പങ്കെടുക്കണമെന്ന രാജ്യത്തിന്റെ ആഹ്വാനം ലോകമെമ്പാടും മുഴങ്ങണം. കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധാനം ചെയ്ത് ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിന് മുന്നേ ട്രംപിനെ വകവരുത്തും എന്ന ഒരു നിലപാടിലാണ് ഇറാനിലെ ചില സംഘടനകൾ.